ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ ഇരിക്കണം. എന്റെ ഈ കർത്താവിനെ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ കർത്താവ് എന്നെ കണ്ടെത്തി കഴിഞ്ഞു. ഭയങ്കര സന്തോഷം, സമാധാനം. ആ നാളിലൊക്കെയും ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്നുള്ള വാഞ്ചയോടെ കൂട്ടായ്മകൾ ഓടുമായിരുന്നു. എന്റെ ഉള്ളില് എപ്പോഴും എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവിന്റെ ദാസി ഇങ്ങനെ പറയുവാനിട വന്നു, മകൾ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് പറഞ്ഞ ഓടുന്നെന്ന്. എന്റെ ജീവിത അനുഭവത്തിൽ, അതെ, എന്റെ ഉള്ളിലിരുന്ന കാര്യം കർത്താവിന്റെ ദാസിയിലൂടെ പറഞ്ഞപ്പോൾ, ദൈവം പറഞ്ഞപ്പോൾ ഭയങ്കരമായ സന്തോഷമുണ്ടായി. ദൈവത്തെ പ്രസാദിപ്പിക്കുക, നമുക്ക് ഇഷ്ടമുള്ളവരെ, അല്ലെങ്കിൽ നമ്മോട് ഇഷ്ടമുള്ളവരെ നമ്മൾ എങ്ങനെയും പ്രസാദിപ്പിക്കുവാൻ നോക്കും. എബ്രായർ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസവീരന്മാർ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ദൈവമുണ്ടെന്നും തന്നോട് ചോദിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും അതെ നമ്മൾ വിശ്വസിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, കയീനും ഹാബേലും ദൈവത്തിന് വഴിപാട് അർപ്പിച്ചു, യാഗം അർപ്പിച്ചു. കയീൻ, ഹാബേൽ രണ്ടുപേരും സഹോദരങ്ങൾ. ഹാബേല് കയീനേക്കാളും നന്നായി യാഗം കഴിച്ചു. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കയീന്റെ മുഖം വാടുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ നന്മ ചെയ്താൽ പ്രസാദിക്കുകയില്ലയോ? നന്മ ചെയ്യണം. ഇവിടെ കയീൻ ഹാബേലിനെ കൊന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവമക്കളായവർക്കും അല്ലാത്തവർക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, കയീൻ ഹാബേലിനെ കൊന്നു. ഹാബേൽ നന്മ ചെയ്തു, യാഗമർപ്പിച്ചു. അതെ, നമ്മൾ യാഗമർപ്പിക്കുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, നന്മ ചെയ്ത് യാഗം അർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുതിയ നിയമ പുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ കർത്താവ് പറയുന്നത്, ആലയത്തിലേക്ക് വഴിപാട് കൊണ്ടുപോകുമ്പോൾ, വഴിപാട് അർപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, വഴിപാട് അവിടെ വെച്ച് പോയി സഹോദരനോട് നിരന്നുകൊള്ളുക. എന്നിട്ട് വഴിപാട് അർപ്പിച്ചാൽ പ്രസാദമുണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളുമായി നിരപ്പ് പ്രാപിച്ചിട്ട്, നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്ന കൂട്ടുവിശ്വാസികളാകട്ടെ, സ്വന്തം സഹോദരങ്ങളാകട്ടെ, അതെ, ആരോടായാലും നമ്മൾ നിരപ്പ് പ്രാപിച്ചിട്ട്, അതെ, ഹാബേൽ നന്മ ചെയ്തിട്ട് ദൈവപ്രസാദം ഏറ്റുവാങ്ങുവാനിട വന്നു. അതുകൊണ്ട് തന്നെ ഹാബേൽ അവിടെ മരിക്കേണ്ടതായി കൊല്ലപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ വചനം ഗലാത്യർ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. എന്നിട്ട് വീണ്ടും പറയുന്നു, നന്മ ചെയ്യുക, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നമ്മൾ നന്മ ചെയ്യുക, അപ്പോൾ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കും. ഇവിടെ വചനം പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം, വിശ്വസിക്കണം. അതേ, സഹവിശ്വാസികൾക്ക്, നമ്മുടെ സഹോദരർക്ക് നന്മ ചെയ്യണം. നമുക്ക് ആവോളം
നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ ചെയ്യുമ്പോൾ, നന്മ ചെയ്തിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ, അതെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മിൽ ദൈവം പ്രസാദിക്കുവാൻ ഇടവരും. അടുത്തു പറയുന്നു, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നന്മ ചെയ്ത് ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കി തരും. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിക്കുന്നതിന് ദൈവം നന്മ തരും. അധ്വാനിക്കുന്ന കർഷകനാണ് ആദ്യം ഫലം അനുഭവിക്കേണ്ടതെന്ന് ലേഖന പുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രവൃത്തിയെ എന്ത് ചെയ്യും? സാധ്യമാക്കി തരും. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരും. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നമുക്ക് സാധ്യമാക്കി തരും. ഹല്ലേലൂയ. ഈ ജീവിതയാത്രയിൽ, ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ദൈവ കൃപയിൽ നിലനിൽക്കേണ്ടതിന്, അതെ, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് നന്മ ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതെ, യോസേഫ് നന്മ ചെയ്തു. യോസേഫ് യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. അതുകൊണ്ട് തന്നെ യോസേഫിനെ ദൈവം മാനിക്കുവാനിട വന്നു. ഹല്ലേലൂയ. ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്തി. നിയമം തനിക്കെതിരെ, ആരാധനയുടെ എതിരെ, തന്റെ ദൈവത്തിനെതിരെ നിയമം വന്നിട്ടും യെരുശലേമിന് നേരെ കിളിവാതിലെ തുറന്നു വെച്ചിട്ട് താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ ദിവസം 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ആരെല്ലാം നന്മ ചെയ്ത് വിശ്വസ്തയോടെ വിശ്വാസത്താൽ നിലനിന്നു, അവരിൽ ദൈവം പ്രസാദിച്ചു. നമ്മിലും ദൈവം ദൈവത്തിന്റെ പ്രസാദം നമുക്കും ലഭ്യമാകുവാൻ, അത് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടവരുത്തുമാറാകട്ടെ.